ദി സീക്രട്ട് രഹസ്യം എന്ന പുസ്തകത്തിലെ അദ്ധ്യായം 9 നിങ്ങൾക്കുള്ള രഹസ്യം. ഈ അദ്ധ്യായം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 8 രത്നച്ചുരുക്കങ്ങളാണ്. ജീവിതത്തിൽ പകർത്തേണ്ട ഈ അദ്ധ്യായത്തിലെ ഓരോ വരികൾക്കും ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളെ ഇരുത്തി ചിന്തിപ്പിച്ച് കളയും. അതിലെ ഒരാശയം ഇങ്ങനെയാണ്: ഈ ലോകത്തുള്ള എല്ലാം ഊർജമാണ്. ഊർജത്തിൻ്റെ കാന്തമാണ് നിങ്ങൾ. വൈദ്യുതി ശക്തിയാൽ നിങ്ങൾ എല്ലാറ്റിനും നിങ്ങളുടെ ദിശയിലേക്ക് ചലിക്കാനുള്ള ഊർജം നൽകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാത്തിലും ചെന്നെത്തുന്നു എന്നാണ് ഒന്നാമത്തെ ആശയം നമ്മെ പഠിപ്പിക്കുന്നത്. കുറച്ചുകൂടി ലളിതമാക്കി പറഞ്ഞാൽ, നമ്മൾ ചുറ്റും നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ശരീരത്തിലേക്ക് മാത്രം നോക്കുമ്പോൾ പോലും നമ്മൾ കാണുന്നത് ഒഴുകി നടക്കുന്ന മഞ്ഞുമലയുടെ ഒരറ്റം കാണുന്നത് പോലെയാണ്. യഥാർത്ഥത്തിൽ ഉള്ളതിൻ്റെ വളരെ ഒരു ചെറിയ അംശം മാത്രമാണ് നമ്മൾ കാണുന്നത്. ഒരു നിമിഷം നിങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് മാത്രം നോക്കുക. ഖരമായ ഒരു വസ്തുവായാണ് നിങ്ങൾ അതിനെ കാണുന്നത്, അല്ലേ? എന്നാൽ മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഊർജകണങ്ങളുടെ കൂട്ടങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും, നമ്മൾ കാണുന്ന ഓരോ വസ്തുക്കളും ഓരോ പദാർത്ഥം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് നമ്മുടെ കൈയായാലും സമുദ്രമായാലും ആകാശത്തിലെ നക്ഷത്രമായാലും ശരി, എല്ലാം ഊർജമാണ്. ഇത് മനസ്സിലാക്കാൻ നമ്മൾ ഒന്നിരുന്ന് ചിന്തിച്ചാൽ മാത്രം മതി. പ്രപഞ്ചം, നക്ഷത്ര സമൂഹം, നമ്മുടെ ഭൂമി, അതിലെ വ്യക്തികൾ, അവരുടെ ശരീരത്തിനകത്തുള്ള അവയവങ്ങൾ, കോശങ്ങൾ, തന്മാത്രകൾ, ആറ്റം, പിന്നെ ഊർജം, അങ്ങനെ കുറേയേറെ തലങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനുണ്ട്. ഈ പ്രപഞ്ചത്തിലെ എല്ലാം ഊർജമാണ് എന്ന തത്വം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 2. നിങ്ങൾ ഊർജമാണ്. ഊർജം എന്നതിനെ സൃഷ്ടിക്കാനോ അല്ലെങ്കിൽ നശിപ്പിക്കാനോ ഒരിക്കലും കഴിയില്ല. അതിന് രൂപാന്തരങ്ങൾ സംഭവിക്കുക മാത്രമാണ് സംഭവിക്കുന്നത്. നിങ്ങളിൽ ഒരു പരിശുദ്ധമായ സത്ത എന്നും ഉണ്ടായിരുന്നു. അതെന്നും ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും. ഇനി നിങ്ങൾക്കൊരു ക്വാണ്ടം ഫിസിക്സ് ശാസ്ത്രജ്ഞനോട് ചോദിക്കാം, പ്രപഞ്ചം എന്തുകൊണ്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? അദ്ദേഹം ഇങ്ങനെ മറുപടി പറയും: ഊർജം. ഊർജം എന്നത് എന്താണെന്ന് വിവരിക്കാമോ എന്ന് ചോദിച്ചാൽ, ഊർജം എന്നത് പുതിയതായി സൃഷ്ടിക്കാനോ അല്ലെങ്കിൽ ഉള്ളതിനെ ഇല്ലാതാക്കാനോ കഴിയില്ല എന്ന് അദ്ദേഹം പറയും. അദ്ദേഹം വീണ്ടും ഇങ്ങനെ കൂട്ടിച്ചേർക്കും: അതെപ്പോഴും ഉണ്ടായിരുന്നു, എപ്പോഴുമുണ്ട്, എപ്പോഴും ഉണ്ടായിരിക്കുകയും ചെയ്യും. ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം എപ്പോഴും ഉണ്ടായിരുന്നതാണ്. അവ രൂപാവസ്ഥയിലേക്ക് വരുന്നു, രൂപാവസ്ഥയിൽ നിലനിൽക്കുന്നു, രൂപാവസ്ഥയിൽ നിന്ന് പുറത്തു പോകുന്നു. ഇനി നമുക്കൊരു ആധ്യാത്മിക വ്യക്തിയോട് ചോദിക്കാം, എങ്ങനെയാണ് പ്രപഞ്ചമുണ്ടായത്? ഉത്തരം ഇങ്ങനെയായിരിക്കും: ദൈവം. ദൈവം എന്നാൽ എന്താണെന്ന് വിവരിക്കാമോ എന്ന് ചോദിച്ചാൽ, ദൈവം എപ്പോഴും ഉണ്ടായിരുന്നു, എപ്പോഴും ഉണ്ടായിരിക്കും. അതിനെ സൃഷ്ടിക്കാനോ ഇല്ലാതാക്കാനോ ഒരിക്കലും കഴിയില്ല. ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം എന്നും ഉണ്ടായിരുന്നു, എന്നും ഉണ്ടായിരിക്കും. അവ രൂപാവസ്ഥ പ്രാപിക്കുന്നു, രൂപാവസ്ഥയിൽ നിലനിൽക്കുന്നു, രൂപാവസ്ഥ വിട്ടൊഴിഞ്ഞു പോകുന്നു. നിങ്ങൾക്ക് മനസ്സിലാവും, രണ്ടും ഒരേ വിവരണം തന്നെയാണ്. വ്യത്യസ്തമായ പദപ്രയോഗങ്ങളാണ് അവർ രണ്ടുപേരും ഉപയോഗിക്കുന്നത് എന്ന് മാത്രം. ഇനി മൂന്നാമത്തെ വളരെ മനോഹരമായ ഒരാശയം ഇങ്ങനെയാണ്: പ്രപഞ്ചം ചിന്തയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. നമ്മൾ സൃഷ്ടിക്കുന്നത് നമ്മുടെ വിധി മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൻ്റെ വിധി കൂടിയാണ്. കുറച്ച് ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വേണമെന്നാഗ്രഹിക്കുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അത് അനുഭവിക്കുകയും ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾ ആ തരംഗദൈർഘ്യത്തിലേക്ക് ട്യൂൺ ചെയ്യപ്പെടുന്നു. അപ്പോൾ അവയുടെ എല്ലാ ഊർജവും അതേ തരംഗദൈർഘ്യത്തിൽ സ്പന്ദിക്കുകയും അവ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാക്ഷാത്കരിക്കപ്പെടുകയും ചെയ്യുന്നു. സമാനമായവ തമ്മിൽ ആകർഷിക്കുമെന്ന് ആകർഷണ നിയമം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു ഊർജകാന്തമാണ്. അതിനാൽ നിങ്ങൾ എല്ലാറ്റിനും വൈദ്യുതകാന്ത ശക്തിയിൽ യോജിപ്പിച്ച് നിങ്ങളിലേക്ക് നയിക്കുകയും
സ്വയം ഉത്തേജിപ്പിച്ച് വേണമെന്ന് ആഗ്രഹിക്കുന്നവയിലേക്ക് നിങ്ങളെ തന്നെ നയിക്കുകയും ചെയ്യുന്നു. ഒരാൾക്ക് വേണ്ടി പുറത്തുനിന്ന് മറ്റൊരാൾക്ക് ചിന്തിക്കുവാനും അനുഭവിക്കുവാനും ഒരിക്കലും കഴിയില്ല. അതിനാൽ ആളുകൾ അവരവരുടെ കാന്തിക ഊർജത്തെ സ്വയം നയിക്കുന്നു. വികാരങ്ങളും ചിന്തകളുമാണ് നമ്മുടെ തരംഗദൈർഘ്യം സൃഷ്ടിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അത്രമേൽ പ്രാധാന്യം അർഹിക്കുന്ന നാലാമത്തെ രത്നച്ചുരുക്കം ഇങ്ങനെയാണ്: ആശയങ്ങളുടെ അനന്തമായ സ്രോതസ്സ് നിങ്ങൾക്ക് ലഭ്യമാണ്. എല്ലാ അറിവുകളും കണ്ടുപിടുത്തങ്ങളും കണ്ടെത്തലുകളുമെല്ലാം പ്രപഞ്ചം മനസ്സിൽ സാധ്യതകളായിട്ട് നിലനിന്നിരുന്നു. മനുഷ്യ മനസ്സുകൾക്ക് കണ്ടെടുത്ത് പ്രയോഗിക്കാനായിട്ട് അവ കാത്തിരിക്കുകയായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ ബോധമണ്ഡലത്തിൽ എല്ലാം സൂക്ഷിച്ചിട്ടുണ്ട്. ഈ അധ്യായത്തിലെ 5-ാമത്തെ രത്നച്ചുരുക്കം ഇങ്ങനെയാണ്: നമ്മളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മളെല്ലാം ഒന്നാണ്. അന്യരെക്കുറിച്ച് നിങ്ങൾക്കുള്ള നെഗറ്റീവായ അല്ലെങ്കിൽ നിഷേധാത്മകമായ ചിന്തകൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നേരെ തിരിഞ്ഞ് നിങ്ങളെ തന്നെ ദോഷകരമായി ബാധിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം നാം എല്ലാം ഒന്ന് തന്നെയാണ്. നിഷേധാത്മകമായ ചിന്തകളെയും വികാരങ്ങളെയും പ്രസരിപ്പിക്കുമ്പോൾ വിനാശകരമായതാണ് നിങ്ങളിലേക്ക് സ്വയം വിളിച്ചു വരുത്തുക, അല്ലാതെ നിങ്ങളിലേക്കൊന്നും എത്തിച്ചേരുകയില്ല. എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് സ്വതന്ത്രമായിട്ട് തിരഞ്ഞെടുക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പക്ഷേ നിങ്ങളുടെ മനസ്സിലുള്ള നിഷേധാത്മകമായ ചിന്തകളും നിങ്ങളുടെ വികാരങ്ങളും ആ വിശാലമായ നന്മയിൽ നിന്നും നിങ്ങളെ തന്നെ വേർപെടുത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങളിലുണ്ടായ ഓരോ നിഷേധാത്മകമായ വികാരങ്ങളെയും കുറിച്ച് ഒന്നിരുന്ന് ചിന്തിച്ച് നോക്കുക. അവ ഓരോന്നും ഭയത്തിൽ അധിഷ്ഠിതമായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ വ്യത്യസ്തനാണ് എന്ന് ചിന്തിക്കുന്നതിലാണ് മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളെ സ്വയം വേർതിരിച്ച് കാണുന്നതും ഓരോ നിഷേധാത്മകമായ വികാരങ്ങൾ നിങ്ങളിൽ ഉണ്ടായതും. ഈ അധ്യായത്തിലെ 6-ാമത്തെ രത്നച്ചുരുക്കം ഇങ്ങനെയാണ്: നമുക്ക് കൈയൊഴിയാം കഴിഞ്ഞ കാലത്തെ കഷ്ടതകളെ, സാംസ്കാരിക നിയമാവലികളെ, സാമൂഹിക വിശ്വാസങ്ങളെ എല്ലാം നമുക്ക് കൈയൊഴിയാം. നിങ്ങൾ അർഹിക്കുന്ന ജീവിതം സൃഷ്ടിക്കുവാൻ കഴിവുള്ള ഒരേ ഒരാൾ അത് നിങ്ങൾ മാത്രമാണ്. ഈ അധ്യായത്തിലെ 7-ാമത്തെ രത്നച്ചുരുക്കം ഇങ്ങനെയാണ്: ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങളുടെ അഭിലാഷങ്ങളെ അല്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ സാക്ഷാത്കരിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെ യാഥാർത്ഥ്യമായിട്ട് കാണുക. നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. അത് നടന്നു എന്ന് വിശ്വസിക്കുക. ഈ അധ്യായത്തിലെ 8-ാമത്തെ രത്നച്ചുരുക്കം ഇങ്ങനെയാണ്: നിങ്ങളുടെ ചിന്തകളിലാണ് നിങ്ങളുടെ ശക്തി നിലകൊള്ളുന്നത്. ബോധത്തോടെ ഇരിക്കുക. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഓർമ്മിക്കാൻ വേണ്ടി ഓർമ്മിക്കുക. ഒന്നുകൂടി പറയുകയാണ്: ഓർമ്മിക്കാൻ വേണ്ടി ഓർമ്മിക്കുക.